Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്കൊരു Trivandrum Special കൂട്ടുകറി തയ്യാറാക്കാം. ഉഴുന്നുവട ചേർത്തിട്ടുള്ള ഒരു കറിയാണിത്. Trivandrum സൈഡിലൊക്കെ സദ്യയുടെ കൂടെ വിളമ്പുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കൂട്ടുകറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇത് വെച്ച് ചെറിയ ചെറിയ ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ കൂട്ടുകറി തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തന്നെ ചേർക്കണം. എന്നാലേ ഇതൊരു കുഴമ്പ് പോലെ ഇരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അത് പുഴുങ്ങി തന്നെ കറിയിൽ ചേർക്കണം. പിന്നെ വേണ്ടത് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി ഈ കറിയിൽ പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് ഈ ബജി മുളക്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം കൂട്ടുകറിയിൽ ചേർക്കുന്നത് സാമ്പാർ മുളകാണ്. സാമ്പാർ മുളക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ബജി മുളക് പോലെ തന്നെ സെയിം കളറൊക്കെയാണ്, പക്ഷേ കുറച്ചും കൂടി ചെറുതായിരിക്കും. അപ്പോൾ സാമ്പാർ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ സദ്യയിലൊക്കെ കിട്ടുന്ന കൂട്ടുകറിയിൽ, വട കൂട്ടുകറിയിൽ പ്രധാനപ്പെട്ട ഒരു ഫ്ലേവർ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് തരുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബജി മുളക് എടുക്കാം. ബജി മുളകിനും സാമ്പാർ മുളകിനും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്, അതിന് ഒട്ടും എരിവുണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഈ കറിയിൽ ഈ ഒരു ബജി മുളക് ഫുള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് എരിവില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ സാമ്പാർ മുളകും ബജി മുളകും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് വെച്ചിട്ട് കറി തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഈ ഉഴുന്ന് ചേർത്തിട്ട് അരച്ചെടുക്കാം. ചെറിയ ജാർ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കാതെ വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് തന്നെ ഇത് നല്ല കട്ടിക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അര കപ്പ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് തന്നെ അരയ്ക്കാം. നിങ്ങൾ കൂടുതൽ ഉഴുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അധികം വെള്ളം ഉപയോഗിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ച് നോക്കാം. അരഞ്ഞ് കിട്ടത്തില്ല എന്ന് തോന്നിയാൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം മാക്സിമം അത്രേ ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് നല്ല കട്ടിക്ക് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് അരച്ചത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല തരിയില്ലാതെ വേണം അരയ്ക്കാൻ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ വട ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. കാരണം ആ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഈ മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ്. പിന്നെ വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഒരുമിച്ച് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് കുറച്ചായിട്ട് മാവ് ചേർത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അധികം എണ്ണ ഉപയോഗിക്കേണ്ടി വരത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാവെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ബോൾസാക്കി ഇട്ടാൽ മതി, എൻ്റെ ഷേപ്പൊന്നും പ്രശ്നമില്ല. പിന്നെ മാവ് കയ്യിൽ ഒട്ടുന്നെന്ന് തോന്നിയാൽ നമ്മൾ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് വിരളൊന്ന് മുക്കിയിട്ട് വീണ്ടും മാവെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് പതുക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും. തമ്മിൽ അധികം ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഫ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇത് അതുപോലെ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ ബോൾസാണ്, ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും ഒരുപോലെ നിറം മാറണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയാൽ മതിയാവും. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിൽ ഇട്ട് വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചും ചെറിയ വട ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഇത് സദ്യക്കൊക്കെ, അതായത് ഓണത്തിനും വിഷുവിനും ഒക്കെ ഇത് തയ്യാറാക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേദിവസം തന്നെ വട ഉണ്ടാക്കി വെക്കും. അതുപോലെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെക്കും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടുകറി തയ്യാറാക്കാൻ പറ്റും. അധിക സമയം ആവത്തില്ല. കാരണം വേറെ ഒരുപാട് കറികൾ ഉണ്ടാക്കാനുള്ളപ്പം അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം.
ഞാനിവിടെ വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് മസാലയും തയ്യാറാക്കാം. ഇതിനകത്തുനിന്ന് ആവശ്യത്തിന് എണ്ണ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് ആവശ്യത്തിന് എണ്ണ ഞാൻ കുറച്ചും കൂടി വലിയൊരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലേദിവസം രാത്രി നിങ്ങൾ വട ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ആ എണ്ണ ഉപയോഗിക്കരുത്, പുതിയ എണ്ണ തന്നെ ഉപയോഗിക്കണം. കാരണം നമ്മൾ ഒരു തവണ ഉപയോഗിച്ച എണ്ണ പിന്നെയും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ഈ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഒരു വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു ചതച്ചെടുത്തത്. അത് എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഇടയ്ക്ക് ഓഫായിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളകും കൂടി ചേർക്കാം. ബജ്ജി മുളകും അതുപോലെ എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. അതുപോലെ സവോള നന്നായി ഒന്ന് വാടി വരുകയും വേണം. ഇപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിനകത്ത് മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി നന്നായി മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിനെ ഒരു മസാല പോലെ ആക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ചിലർ വെള്ളത്തിന് പകരം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ ഒഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ സാധാരണ ഏറ്റവും അവസാനം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാറുള്ളൂ. ആദ്യം ഇത് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുകിൽ വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി എടുക്കാം, അല്ലെങ്കിൽ 2ാം പാൽ ഒഴിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ 1 കപ്പ് 2ാം പാൽ ഒഴിക്കാം. ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ കറി കുറച്ചൊന്ന് കുറുകി വരും. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കറി ഒരു കുഴമ്പ് പോലെ ആയി വരും. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവി ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഇതുപോലെ ആ ഗ്രേവിയുടെ കൂടെ കുറേ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് ചേരണം. അങ്ങനെയാണ് ആ കറി വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1ാം പാൽ ഒഴിക്കാം, അതായത് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഗ്രേവി വരും. ആ ഗ്രേവിയിലോട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വട ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല, നല്ലൊരു മസാല പോലെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഗ്രേവി കുറച്ച് വടയിലോട്ട് പിടിക്കണം, അപ്പോഴാണ് അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഗ്രേവി പിന്നെയും കുറുകും. അപ്പോൾ നല്ലൊരു മസാല പോലെ ആയി കിട്ടും. അതായത് നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഒഴുകി പോകരുത്, ആ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഇത് നമുക്ക് ചെറിയ തീയിൽ 5 മിനിറ്റും കൂടി വെക്കാം. ഒരു തീ കൂട്ടിയിടരുത്, കാരണം നമ്മൾ 1ാം പാൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ 5 മിനിറ്റും കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയും കുറച്ചും കൂടി കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് പിന്നെയും കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ട്രിവാൻഡ്രം സ്പെഷ്യൽ വട കൂട്ടുകറി റെഡിയാണ്. എൻ്റെ വീട്ടിലൊന്നും കടല വെച്ചിട്ട് കൂട്ടുകറി ഉണ്ടാക്കാറില്ല. സദ്യക്ക് എപ്പോഴും ഈ കൂട്ടുകറി തന്നെയാണ് വെക്കാറുള്ളത്. ചിലപ്പോൾ വടയില്ലാതെ വെറുതെ ഉരുളക്കിഴങ്ങ് വെച്ചും തയ്യാറാക്കാറുണ്ട്. വട ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ കറി വെക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ മുളക് അല്ലെങ്കിൽ ബജ്ജി മുളക് ചേർക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.